നമ്മുടെ ഇന്നത്തെ ലക്ഷ്മി പൂജയുടെ ഒരുക്കങ്ങളാണ് ഞാൻ ഈ കാണിച്ചിരിക്കുന്നത്. ഞാൻ എൻ്റെ വിളക്ക് വെക്കുന്ന സ്റ്റാൻഡിൽ തന്നെ, അത് രണ്ടടുക്കായിട്ടുള്ള സ്റ്റാൻഡാണ്, അതിൽ കോലം ഇട്ടിട്ട് താമര ഇതിലുള്ള താമരക്കോലം ഇട്ടിട്ട് അതിൽ ഒരു വാഴയില വെച്ചിട്ടാണ് ഞാൻ ഈ 8 മൺചിരാത് തെളിയിക്കുന്നത്. അപ്പോൾ കോലം ഇട്ടു, എന്നിട്ട് കട്ട് ചെയ്ത് ഞാൻ ആ വാഴയില വെക്കുന്നുണ്ട്. വാഴയില വെച്ചതിന് ശേഷം അതിലാണ് 3 ടൈപ്പിലെ എണ്ണ, ഞാൻ ആ മുന്നത്തെ വീഡിയോയിൽ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് വേഗത്തിൽ മനസ്സിലാകാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോയും കൂടി ഇടുന്നത്. ഇങ്ങനെ ഇല വെച്ചിട്ട് ഇതിൽ മൺചിരാത് വെച്ചിട്ടാണ് നമ്മൾ ആ 3 എണ്ണ, അതായത് നല്ലെണ്ണ, വെളിച്ചെണ്ണ, നെയ്യ്, ആ എണ്ണ ഒഴിച്ച് ദീപം തെളിയിക്കുന്നത്. പിന്നെ ഇത് നെല്ലിക്കാ ദീപം ഞാൻ സ്പെഷ്യലായിട്ട് കത്തിക്കുന്നതാണ്. പഞ്ചഗവ്യ വിളക്ക് ഞാൻ ഇതിൻ്റെ കൂടെ തെളിയിക്കുന്നുണ്ട്. പഞ്ചഗവ്യ വിളക്കെന്ന് പറഞ്ഞാൽ ഓൺലൈനിൽ കിട്ടും. അത് വാങ്ങിച്ചിട്ട് ഒരു മൺചിരാതിൽ വെച്ച് നെയ്യ് ഒഴിച്ച് കത്തിക്കുന്നതാണ്. നമ്മളതൊരു യാഗം നടത്തിയതിൻ്റെയൊക്കെ വലിയൊരു പൂജ നടത്തിയതിൻ്റെ ഗുണമൊക്കെ ഉണ്ടാവും. ഇതാണ് കാണിക്കുന്നതാണ് പഞ്ചഗവ്യ വിളക്കാണ് ഇരിക്കുന്നത്. അതിനകത്ത് നെയ്യ് ഒഴിച്ചിട്ട് വെക്കും. ഞാനപ്പോൾ എല്ലാം ഉച്ചയ്ക്കേ എല്ലാം ഒരുക്കി വെച്ചു വൈകുന്നേരത്തേക്ക്. കാരണം എനിക്ക് പുറത്ത് പോയിട്ട് വരണം. ആ സമയത്തപ്പോൾ എനിക്ക് വൈകിട്ട് വന്നിട്ട് എൻ്റെ ഇത്രയും കാര്യങ്ങൾ ചെയ്യാനുള്ള സാവകാശം കിട്ടില്ല. അതിന് മുൻകൂറായിട്ട് അതെല്ലാം ഞാൻ ഒരുക്കി വെച്ചിരിക്കുകയാണ്. ദേവിയുടെ വിഗ്രഹം വെച്ചിട്ടുണ്ട്, ദശാംഗം വെച്ചിട്ടുണ്ട്, ധൂപ ആരതിക്കുള്ളതെല്ലാം ഒരുക്കിയിട്ടുണ്ട്. ഇനിയും നേദ്യം, ഞാൻ പാൽപ്പായസമാണ് നേദ്യം വെക്കുന്നത്. പിന്നെ മാതളത്തിൽ തേൻ ഒഴിച്ചും വെക്കുന്നുണ്ട്. അത് മാത്രം ലാസ്റ്റ് വെക്കുന്നുള്ളൂ. ബാലൻസ് എല്ലാം ബാക്കിയെല്ലാം ഞാൻ ഒരുക്കി വെച്ചിട്ടുണ്ട്. ഇങ്ങനെയാണ് ഞാൻ ഒരുക്കിയത്. ഇതുപോലെ തന്നെ വേണമെന്നല്ല, നിങ്ങളാൽ പറ്റുന്ന രീതിയിൽ നിങ്ങൾക്ക് ഒരുക്കാം. നമുക്കുള്ളതുപോലെയാണ് ദേവിക്ക് നൽകേണ്ടത്. അല്ലാണ്ട് ഒരു സാധനം ഇല്ല എന്ന് കരുതി പൂജ മുടക്കരുത്. എന്തില്ലെങ്കിലും ഉള്ളത് വെച്ച് പൂജ ചെയ്യണം. തറയിലാണ് നിങ്ങൾ കത്തിക്കുന്നതെങ്കിൽ ഈ സെയിം, ഇപ്പം ഞാൻ ഈ ടേബിളിൽ ചെയ്തിരിക്കുന്നത്, നിങ്ങൾ തറയിലാണെങ്കിൽ ഇതുപോലെ കോലം വരച്ചിട്ട് മുകളിലൊരു ഇല വെച്ചിട്ട് ചെയ്താൽ മതി. കോലത്തിൻ്റെയൊക്കെ ഇത് കിട്ടും. നമുക്ക് ഈ കോലം വരയ്ക്കാനുള്ള സ്റ്റെൻസിൽസൊക്കെ ഓൺലൈനിൽ കിട്ടും. നിങ്ങൾക്ക് അങ്ങനെയുള്ള എന്തെങ്കിലും സാധനങ്ങൾ വേണമെങ്കിൽ അത് നമ്മളോട് പറഞ്ഞാൽ മതി, നമ്മളത് നിങ്ങൾക്ക് അയച്ചു തരാം. ഇങ്ങനെ ആണ് ഞാൻ ഒരുക്കിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കതിനെക്കുറിച്ചൊരു ധാരണ ഉണ്ടാവാനും എങ്ങനെയാണ് ഇന്ന് വൈകുന്നേരത്തെ പൂജയ്ക്ക് റെഡിയാവേണ്ടത്, നമ്മളെ നോക്കി വേണം ഈ മൺചിരാതിൻ്റെ ദീപം ഇരിക്കാൻ. അതായത് അങ്ങോട്ട് ദേവിയെ നോക്കിയല്ല, നമ്മളുടെ നേരെ ആയിരിക്കണം ദീപം. ഇത് നെല്ലിക്കാ ദീപം ഞാൻ വെള്ളിയാഴ്ചകളിൽ തെളിയിക്കാറുള്ളതാണ്. അപ്പോൾ ആ ആദ്യത്തെ വെള്ളിയാഴ്ചയാണ് ഞാൻ തെളിയിക്കുന്നത്. അതാണ്. അപ്പം പഞ്ചഗവ്യ വിളക്ക് നിങ്ങൾ ഓൺലൈനിൽ വാങ്ങിക്കണം. എന്നിട്ട് അതൊരു മൺചിരാതിനകത്ത് വെച്ച് നെയ്യ് ഒഴിച്ച് ദീപം തെളിയിക്കാം. അത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റം ഉണ്ടാക്കും. ഈ പഞ്ചഗവ്യ ദീപം അത് എല്ലാ വെള്ളിയാഴ്ചകളും തെളിയിക്കാൻ പറ്റിയാൽ ഒരു 45 ഒക്കെ ആകുമ്പോഴത്തേക്ക് നിങ്ങളുടെ ജീവിതത്തിൽ നല്ല നല്ല മാറ്റങ്ങളുണ്ടാവും. നമ്മൾ അതിനെക്കുറിച്ച് കൂടുതൽ നിങ്ങളതിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങളെക്കൊണ്ട് പറ്റുന്ന രീതി പൂജാതി കാര്യങ്ങൾ ചെയ്യുന്നവർക്ക് ജീവിതത്തിൽ ഉണ്ടാകുന്ന മാറ്റം ഇപ്പോൾ ഈ വീഡിയോ കാണുന്ന പലർക്കും അറിയാം. പലരും എനിക്ക് മെസ്സേജ് അയക്കുന്നുണ്ട്. ഒരുപാട് സന്തോഷമുണ്ട്. ഞാൻ എൻ്റെ വീട്ടിൽ ചെയ്യുന്ന